നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ഡിസംബർ 10 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ലഹരിവിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ ഗവൺമെന്റ് കോളേജിൽ സംഘടിപ്പിച്ച സെമിനാർ എച്ച് സലാം എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ ആരംഭിക്കണമെന്ന ആവശ്യം ഉൾപ്പെടെ സർവീസ് പെൻഷൻകാരുടെ അടിയന്തര ആവശ്യങ്ങൾ കാലതാമസം കൂടാതെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആര്യാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും കൂട്ടധർണയും സംഘടിപ്പിച്ചു. പെൻഷൻ തുക 5000 രൂപയാക്കുക, പെൻഷൻ കുടിശ്ശിക മുഴുവൻ ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ ധർണ നടത്തി. ഡിഫറന്റ്ലി ഏബിൾഡ് പീപ്പിൾസ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടത്തിയ ധർണ KPCC ജനറൽ സെക്രട്ടറി A.A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ വായമൂടിക്കെട്ടി പ്രതിഷേധ സമരവുമായി ഗാന്ധിയൻ സംഘടനകൾ രംഗത്ത്. ആലപ്പുഴ ശവക്കോട്ടപ്പാലത്തിന് സമീപം വൈദ്യുതി ഭവന് മുന്നിലായിരുന്നു ഗാന്ധിയൻ സംഘടനകളുടെ നേതൃത്വത്തിൽ വേറിട്ട സമരം സംഘടിപ്പിച്ചത്. ബേബി പാലക്കാടൻ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പരിചയസമ്പന്നരായ മുഴുവൻ ഹൗസ് ബോട്ട്, ഷിക്കാര ബോട്ട്, മറ്റ് മോട്ടോർ ബോട്ട് തൊഴിലാളികൾക്കും ഉപാധികളില്ലാതെ ലൈസൻസ് നൽകണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ പോർട്ട് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. 20ാമത് സ്വാതി തിരുനാൾ സംഗീതോത്സവം ഈ മാസം 12 മുതൽ 15 വരെ ആലപ്പുഴ ജവഹർ ബാലഭവനിൽ നടക്കുമെന്ന് ഭാരവാഹികൾ. വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. വാർത്തകൾ വിശദമായി. ഡിസംബർ 10 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ലഹരിവിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ ഗവൺമെന്റ് കോളേജിൽ സംഘടിപ്പിച്ച സെമിനാർ എച്ച് സലാം എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 10 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ലഹരിവിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ ഗവൺമെന്റ് കോളേജിൽ നടത്തിയ സെമിനാർ എച്ച് സലാം എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥിയുടെയും മനസ്സിൽ തന്റെ ജീവിതത്തെക്കുറിച്ച് വളരെ മനോഹരമായ സ്വപ്നങ്ങളാണ് വീണ്ടും കൂട്ടുന്നത്. പലപ്പോഴും ഭാവിയിലേക്കുള്ള സ്വപ്നമാണ് നമ്മളെല്ലാം കാണുന്നത്. ആ ജീവിത സ്വപ്നം സബലീകരിക്കാൻ വേണ്ടിയാണ് ഓരോ വ്യക്തി എപ്പോഴും ചിന്തിക്കുന്നത്. ആ സ്വപ്നങ്ങളെല്ലാം ഒരുപാട് നിറമുള്ള സ്വപ്നങ്ങളായിരിക്കും. ജീവിതത്തിൽ ഒരുപാട് സാധ്യമാക്കിയെടുക്കാൻ അല്ലെങ്കിൽ എത്തിപ്പിടിക്കാൻ പറ്റുന്ന സ്വപ്നങ്ങൾ നിങ്ങൾ കാണുകയും ചെയ്യും, അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും. ആ പരിശ്രമത്തിനിടയിൽ ലഹരിക്ക് അടിമപ്പെട്ട് പോകുന്നവരെ നമ്മൾ നോക്കിയാൽ കാണുന്നൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആരും അറിഞ്ഞുകൊണ്ട് അതിലേക്ക് പോകില്ല. ലഹരിയിൽ അകപ്പെടുന്ന യുവതലമുറ, പ്രത്യാഘാതങ്ങളും പരിഹാരമാർഗങ്ങളും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭ ബാലൻ അധ്യക്ഷയായി. കേരള ഹെൽത്ത് സർവീസ് ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ K. വേണുഗോപാൽ, ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ P.K. ജയരാജ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ R. ജയരാജ്, ജില്ലാ വിമുക്തി മാനേജർ R. രാജേഷ്, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ R. പ്രശാന്ത്, വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ അഞ്ജു S. റാം, എക്സൈസ് ഇൻസ്പെക്ടർ J. ഫെമിൻ, വിമുക്തി മെന്റർ V.K. മനോജ് കുമാർ, കോർഡിനേറ്റർ V.B. വിപിൻ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥി പ്രതിനിധി മിഥുൻ മഞ്ചേഷ് മനുഷ്യാവകാശ പ്രതിജ്ഞ ചൊല്ലി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ R.G. അഭിലാഷ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. പെൻഷൻ പരിഷ്കരിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ ആരംഭിക്കണമെന്ന ആവശ്യമുൾപ്പെടെ സർവീസ് പെൻഷൻകാരുടെ അടിയന്തര ആവശ്യങ്ങൾ കാലതാമസം കൂടാതെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആര്യാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും കൂട്ടധർണയും സംഘടിപ്പിച്ചു. ഡിസംബർ 2024 ജൂലൈ 1 പ്രാബല്യത്തിൽ പെൻഷൻ പരിഷ്കരിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ ആരംഭിക്കണമെന്ന ആവശ്യമുൾപ്പെടെ സർവീസ് പെൻഷൻകാരുടെ അടിയന്തര ആവശ്യങ്ങൾ കാലതാമസം കൂടാതെ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആര്യാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മണ്ണഞ്ചേരി സ്കൂൾ കവലയിൽ നിന്നും ആരംഭിച്ച മാർച്ച് മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന കൂട്ടധർണ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ ട്രഷറർ M. മുഹമ്മദ് യൂനസ് ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം അനുവദിക്കപ്പെട്ട DAD കുടിശ്ശികയും 4 ഗഡുക്കളായി ഈ ഉത്തരവിറങ്ങിയ 2021 വർഷത്തിൽ തന്നെ തരുമെന്ന് സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കി ആ ഉത്തരവ് പുറപ്പെടുവിച്ചു. എന്നാൽ ആ ഉത്തരവിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോയി.
2021 തന്നില്ല. സാമ്പത്തിക പ്രതിസന്ധി. ശരി, സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി, അതുമായി യോജിച്ചു പോകാൻ ബാധ്യസ്ഥരാണ് ഉദ്യോഗസ്ഥരും പെൻഷൻകാരും എന്നുള്ളത് കൊണ്ട് ഞങ്ങളങ്ങനെ ശ്രമിച്ചു പോയി. 21 കഴിഞ്ഞു, 22 കഴിഞ്ഞു, 23 കഴിഞ്ഞു, 24 മാർച്ചിന് മുമ്പ് തരുമെന്ന് പറഞ്ഞു. സമയബന്ധിതമായി ഇതൊന്നും തരുന്നില്ല. യൂണിയൻ ആര്യാട് ബ്ലോക്ക് പ്രസിഡന്റ് ആർ ലക്ഷ്മണൻ കൂട്ടധർണയിൽ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ആര്യാട് ബ്ലോക്ക് സെക്രട്ടറി VM ജയമോഹനൻ ധർണയ്ക്ക് സ്വാഗതം പറഞ്ഞു. VN ശശിധരൻ നായർ, KG സ്വാത്യുകൻ, പ്രൊഫസർ രമാദേവി, T സക്കറിയ, B സന്തോഷ് കുമാർ, S ബേബി, TD ആന്റണി, KG വിശ്വപ്പൻ, R വിശ്വനാഥൻ നായർ എന്നിവർ സംസാരിച്ചു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക, PFRDA നിയമം റദ്ദു ചെയ്യുക, 70 വയസ്സിന് മുകളിലുള്ള പെൻഷൻകാർക്ക് അധിക പെൻഷൻ അനുവദിക്കുക, മെഡിക്കൽ അലവൻസ് കാലോചിതമായി വർദ്ധിപ്പിക്കുക, മെഡിസെപ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അപാകതകൾ പരിഹരിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കുക, 20 വർഷം സർവീസുള്ളവർക്ക് പൂർണ്ണ പെൻഷൻ അനുവദിച്ച് പൂർവ്വകാല പ്രാബല്യത്തിൽ നടപ്പിലാക്കുക, UGC, സർവകലാശാല, വാട്ടർ അതോറിറ്റി, ഖാദി ബോർഡ്, സ്പോർട്സ് കൗൺസിൽ അടക്കം പെൻഷൻകാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം ഉണ്ടാക്കുക, 1 മാസത്തെ പെൻഷന് തുല്യമായ തുക ഉത്സവ ഭത്തയായി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും മാർച്ചിലും കൂട്ടുധർണയിലും ഉന്നയിച്ചു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. പെൻഷൻ തുക 5000 രൂപയാക്കുക, പെൻഷൻ കുടിശ്ശിക മുഴുവൻ ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ ധർണ നടത്തി. ഡിഫറന്റ്ലി ഏബിൾഡ് പീപ്പിൾസ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടത്തിയ ധർണ KPCC ജനറൽ സെക്രട്ടറി AA ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ തുക 5000 രൂപയാക്കുക, പെൻഷൻ കുടിശ്ശിക മുഴുവൻ ഉടൻ അനുവദിക്കുക, ഒന്നിലധികം വൈകല്യമുള്ളവർക്കും 80% മേൽ വൈകല്യമുള്ളവർക്കും 7500 രൂപ പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ ധർണ നടത്തി. ഡിഫറന്റ്ലി ഏബിൾഡ് പീപ്പിൾസ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ KPCC ജനറൽ സെക്രട്ടറി AA ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. എല്ലാ വർഷങ്ങളിലും ലോകത്തെമ്പാടുമുള്ള ജനത മനുഷ്യ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം ഓർമ്മിപ്പിക്കുന്ന ദിനങ്ങളാണ്. നമ്മുടെ ഗവൺമെന്റുകളാണെങ്കിൽ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ആയാലും സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റുകൾ ആയാലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനുഷ്യാവകാശ ലംഘനങ്ങളാണ്. മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ കാര്യക്ഷമമായ ഒരു പ്രവർത്തനം ഉണ്ടാകണം. മനുഷ്യന്റെ അവകാശങ്ങളെ സ്ഥാപിച്ചു കൊടുക്കാൻ കൃത്യമായ പ്രവർത്തനങ്ങൾ നടക്കുക എന്നുള്ളതാണ് ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു സംവിധാനമാണ് മനുഷ്യാവകാശ കമ്മീഷൻ. അതുപോലെ തന്നെ മറ്റെല്ലാവരും. സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് VT പ്രസന്നൻ ധർണയിൽ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി G സഞ്ജീവ് ഭട്ട്, സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വെറ്റിലക്കണ്ടം, ജില്ലാ ഉപാധ്യക്ഷന്മാരായ MK സഹദേവൻ, ബിജു ചെറിയാൻ, ജില്ലാ സെക്രട്ടറിമാരായ മഹേശ്വരി, ജോബി ജോൺ, K രാധാകൃഷ്ണൻ, ജില്ലാ ട്രഷറർ MS അശോകൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ രാമചന്ദ്രൻ, ലൈലാമ, ജോർജ്, ശശി, ജോസഫ്, P ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഭിന്നശേഷിക്കാരുടെ മുച്ചക്ര വാഹനങ്ങൾക്ക് പെട്രോൾ സബ്സിഡി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി അനുവദിക്കുക, 1 ദിവസമെങ്കിലും ജോലി ചെയ്ത ഭിന്നശേഷിക്കാരെ സ്ഥിരപ്പെടുത്തുക, KSRTC ബസ്സുകളിൽ വരുമാന പരിധിയില്ലാതെ പാസ് അനുവദിക്കുക, സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും പ്രതിഷേധ ധർണയിൽ ഭാരവാഹികൾ ഉന്നയിച്ചു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ വായമൂടിക്കെട്ടി പ്രതിഷേധ സമരവുമായി ഗാന്ധിയൻ സംഘടനകൾ രംഗത്ത്. ആലപ്പുഴ ശവക്കോട്ട പാലത്തിന് സമീപം വൈദ്യുതി ഭവന് മുന്നിലായിരുന്നു ഗാന്ധിയൻ സംഘടനകളുടെ നേതൃത്വത്തിൽ വേറിട്ട സമരം സംഘടിപ്പിച്ചത്. സാമൂഹിക പ്രവർത്തകൻ കൂടിയായ ബേബി പാറക്കാടൻ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച് കേരള ജനതയെ കൊള്ളയടിക്കുന്ന വൈദ്യുതി വകുപ്പിന്റെ ക്രൂര നിലപാടിനെതിരെയും KSEBക്ക് കൊള്ള നടത്താൻ കൂട്ടുനിൽക്കുന്ന കേരള സർക്കാരിന്റെ ജനദ്രോഹപരമായ നടപടിക്കെതിരെയും വായമൂടിക്കെട്ടി പ്രതിഷേധിച്ചു. കേരള സർവോദയ മണ്ഡലം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെയും ജില്ലാ മിത്രമണ്ഡലത്തിന്റെയും വിവിധ ഗാന്ധിയൻ സംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിൽ ആലപ്പുഴ ശവക്കോട്ട പാലത്തിന് സമീപം വൈദ്യുതി ഭവന് മുന്നിലാണ് വായമൂടിക്കെട്ടിക്കൊണ്ട് പ്രവർത്തകർ വേറിട്ട പ്രതിഷേധ സമരം നടത്തിയത്. ഗാന്ധിയൻ പ്രവർത്തകൻ ബേബി പാറക്കാടൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ ഏതാണ്ട് 8 തവണ വൈദ്യുതിയുടെ ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ദുസ്സഹമായ ഈ ചാർജ് വർധനവ് താങ്ങാനുള്ള ശേഷി
അതിൻ്റെ ഉപഭോക്താക്കളായ കേരള മക്കൾക്ക് ഇല്ല എന്നുള്ളത് ഒരു പരമമായ സത്യമാണ്. വൈദ്യുതിയുടെ ചാർജ് മാത്രമല്ല, വെള്ളക്കരം വർദ്ധിപ്പിച്ചു, ഭൂനികുതി വർദ്ധിപ്പിച്ചു, കെട്ടിട നികുതി വർദ്ധിപ്പിച്ചു, നമ്മുടെ മെഡിക്കൽ കോളേജിലെ പാസിൻ്റെ വില വർദ്ധിപ്പിച്ചു, ഗ്യാസിൻ്റെ വില വർദ്ധിപ്പിച്ചു. അങ്ങനെ സമസ്ത മേഖലകളിലെയും ഉപഭോക്താക്കൾക്ക് ഉപയോഗിക്കേണ്ട സാധനങ്ങളുടെ എല്ലാം വില വർദ്ധിപ്പിച്ചു. കേരള സർവോദയ മണ്ഡലം ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എം.ഇ. ഉത്തമക്കുറുപ്പ് സമരത്തിൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി രാജു പള്ളിപ്പറമ്പിൽ, മിത്രമണ്ഡലം ജില്ലാ പ്രസിഡന്റ് പി.എ. കുഞ്ഞുമോൻ, സെക്രട്ടറി ആശാ കൃഷ്ണാലയം, ജില്ലാ നിവേദക് എം.ഡി. സലീം, സാംസ്കാരിക പ്രവർത്തകൻ ജോസഫ് മാരാരിക്കുളം, ഹക്കീം രാജ, ഗ്രേസി സ്റ്റീഫൻ, എ. സീന, മിനിമോൾ എന്നിവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. സാധാരണക്കാർക്ക് താങ്ങാനാകാത്ത വർദ്ധിപ്പിച്ച വൈദ്യുതി നിരക്ക് പിൻവലിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി സംഘടന മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. പരിചയസമ്പന്നരായ മുഴുവൻ ഹൗസ് ബോട്ട്, ഷിക്കാര ബോട്ട്, മറ്റ് മോട്ടോർ ബോട്ട് തൊഴിലാളികൾക്കും ഉപാധികളില്ലാതെ ലൈസൻസ് നൽകണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ പോർട്ട് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. പി ചിത്തരഞ്ജൻ എം.എൽ.എ ധർണയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. പരിചയസമ്പന്നരായ മുഴുവൻ ഹൗസ് ബോട്ട്, ഷിക്കാര ബോട്ട്, മോട്ടോർ ബോട്ട് തൊഴിലാളികൾക്കും ഉപാധികളില്ലാതെ ലൈസൻസ് നൽകുക, IV ആക്ട്, അറബിക്കടലിൽ എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ആലപ്പുഴ പോർട്ട് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ വരുന്ന 12-ാം തീയതി ആലപ്പുഴ പോർട്ട് ഓഫീസിലേക്ക് കേരള ഹൗസ് ബോട്ട് ആൻഡ് റിസോർട്ട് വർക്കേഴ്സ് CA20യും ടൂറിസം മേഖലയിലെ ഉടമ സംഘടനകൾ, ഹൗസ് ബോട്ട് ഉടമകൾ, ശിക്കാര ബോട്ട് ഉടമകൾ, മോട്ടോർ ബോട്ട് ഉടമകൾ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ആലപ്പുഴ പോർട്ട് ഓഫീസിലേക്കുള്ള മാർച്ച് നടക്കുകയാണ്. ഈ സമരത്തിന് ആധാരമായ പ്രശ്നം പോർട്ട് അധികാരികളും പോലീസും ചേർന്ന് ലൈസൻസിൻ്റെ പേരിൽ നടത്തുന്ന അനാവശ്യമായ റെയ്ഡാണ്. ഇത് അവസാനിപ്പിക്കണം. IV ആക്ട് പ്രകാരമുള്ള ലൈസൻസ്, IT അടക്കമുള്ള ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിലവിൽ ഈ തൊഴിലാളികൾക്ക് പണിയെടുക്കാൻ കഴിയൂ എന്നാണ് പോർട്ട് അധികാരികളും പോലീസും ആക്രോശിക്കുന്നത്. കേരള ഹൗസ് ബോട്ട് ആൻഡ് റിസോർട്ട് വർക്കേഴ്സ് യൂണിയൻ CITU, ഹൗസ് ബോട്ട്, ഷിക്കാര ബോട്ട്, മോട്ടോർ ബോട്ട് ഉടമകൾ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് മാർച്ചും ധർണയും സംഘടിപ്പിക്കുന്നത്. ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിക്കുന്ന മാർച്ച് പോർട്ട് ഓഫീസിന് മുന്നിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന പ്രതിഷേധ ധർണ ആലപ്പുഴ MLA പി ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് PK സജീവ് കുമാർ, D വിനോദ്, A അനസ്, മാധവൻ നായർ, ടോം തോമസ്, അശോകൻ ഭാസ്കരൻ, MP അനിരുദ്ധൻ, MK സതീശൻ എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 20ാമത് സ്വാതി തിരുനാൾ സംഗീതോത്സവം ഈ മാസം 12 മുതൽ 15 വരെ ആലപ്പുഴ ജവഹർ ബാലഭവനിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. 20ാമത് സ്വാതി തിരുനാൾ സംഗീതോത്സവം ഈ മാസം 12 മുതൽ 15 വരെ ആലപ്പുഴ ജവഹർ ബാലഭവനിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സ്വാതി തിരുനാൾ സംഗീതോത്സവം 20ാമത്തെ വർഷത്തേക്ക് കടന്നിരിക്കുകയാണ്. 19 വർഷമായിട്ട് ആലപ്പുഴയിലെ കലാസാംസ്കാരിക രംഗത്ത് മികച്ച സംഭാവനകൾ നൽകുന്ന ഒരു പരിപാടിയാണ് ആയിട്ട് സ്വാതി തിരുനാൾ സംഗീതോത്സവം മാറിയിരിക്കുകയാണ്. എല്ലാ വർഷത്തെയും പോലെ ഇപ്രാവശ്യവും ഡിസംബർ 12 തുടങ്ങി ഡിസംബർ 15 തീയതി വരെ നീളുന്ന ഈ സംഗീത കലാ വിരുന്ന് ആലപ്പുഴക്കാരുടെ മുമ്പിൽ സ്വാതി തിരുനാൾ സംഗീതോത്സവ കമ്മിറ്റി മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. സ്വാതി തിരുനാൾ സംഗീതോത്സവ കമ്മിറ്റി, ജവഹർ ബാലഭവൻ, കേരളീയ കലാക്ഷേത്ര, കളർകോട് നാരായണൻ നായർ സ്മാരക, ആലപ്പുഴ ജില്ലാ കഥകളി ക്ലബ്ബ്, ശ്രീ രാജരാജേശ്വരി സംഗീത സദസ്സ്, നാട്യകല, ഫൈൻ ആർട്സ് സൊസൈറ്റി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് സംഗീതോത്സവം സംഘടിപ്പിക്കുന്നത്. ഡിസംബർ 12 മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആലപ്പുഴ ശാഖാ മാനേജർ VV അബ്ദുൽ സലീം സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും. നാട്യകല പുരസ്കാര സമർപ്പണം ജവഹർ ബാലഭവൻ ഡയറക്ടർ S വാഹിദ് നിർവഹിക്കും. ഡിസംബർ 13 കളർകോട് നാരായണൻ നായർ ആലപ്പുഴ ജില്ലാ കഥകളി ക്ലബിന്റെ 59ാമത് വാർഷികവും പുരസ്കാര വിതരണവും സീനിയർ സിവിൽ ജഡ്ജ് പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 14 നടക്കുന്ന സർഗം ആലപ്പുഴ 2ാം വാർഷികം ആലപ്പുഴ MLA പി ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്യും.
തുടർന്ന് സർഗം കുടുംബാംഗം കെ പത്മനാഭപിള്ള രചിച്ച കാവ്യരചന പ്രമോദിനി എന്ന ഗ്രന്ഥത്തിന്റെ പ്രകാശന കർമ്മം സാഹിത്യകാരനും സാമൂഹിക പ്രവർത്തകനുമായ ഏവൂർ മോഹനൻ ദാസ് നിർവഹിക്കും. സംഗീതോത്സവത്തിന്റെ ഭാഗമായി മേജർ സെറ്റ് കഥകളി, വയലിൻ കച്ചേരി, സംഗീത സദസ്, സ്വാതി കലാരത്ന പുരസ്കാര വിതരണം എന്നിവയും നടത്തുമെന്ന് ഭാരവാഹികളായ ചെയർമാൻ സുനിൽ പിള്ള, വർക്കിംഗ് ചെയർമാൻ രാജേഷ് പിള്ള, ജനറൽ സെക്രട്ടറി മുരളി പരിയാത്, കഥകളി ക്ലബ് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജയകുമാർ, പി അനിൽകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഡിസംബർ 10 അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ലഹരിവിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ ഗവൺമെന്റ് കോളേജിൽ സംഘടിപ്പിച്ച സെമിനാർ എച്ച്.സലാം എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരിക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ ആരംഭിക്കണമെന്ന ഉൾപ്പെടെ സർവീസ് പെൻഷൻകാരുടെ അടിയന്തര ആവശ്യങ്ങൾ കാലതാമസം കൂടാതെ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആര്യാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ മാർച്ചും കൂട്ടധർണയും സംഘടിപ്പിച്ചു. പെൻഷൻ തുക 5000 രൂപയാക്കുക, പെൻഷൻ കുടിശ്ശിക മുഴുവൻ ഉടൻ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധ ധർണ നടത്തി. ഡിഫറന്റ്ലി ഏബിൾഡ് പീപ്പിൾസ് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ നടത്തിയ ധർണ KPCC ജനറൽ സെക്രട്ടറി A.A. ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി ചാർജ് വർധനവിനെതിരെ വായമൂടിക്കെട്ടി പ്രതിഷേധ സമരവുമായി ഗാന്ധിയൻ സംഘടനകൾ രംഗത്ത്. ആലപ്പുഴ ശവക്കോട്ടപ്പാലത്തിന് സമീപം വൈദ്യുതി ഭവന് മുന്നിലായിരുന്നു ഗാന്ധിയൻ സംഘടനകളുടെ നേതൃത്വത്തിൽ വേറിട്ട സമരം സംഘടിപ്പിച്ചത്. ബേബി പാലക്കാടൻ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പരിചയസമ്പന്നരായ മുഴുവൻ ഹൗസ് ബോട്ട്, ഷിക്കാര ബോട്ട്, മറ്റ് മോട്ടോർ ബോട്ട് തൊഴിലാളികൾക്കും ഉപാധികളില്ലാതെ ലൈസൻസ് നൽകണമെന്നാവശ്യപ്പെട്ട് ആലപ്പുഴ പോർട്ട് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. 20ാമത് സ്വാതി തിരുനാൾ സംഗീതോത്സവം ഈ മാസം 12 മുതൽ 15 വരെ ആലപ്പുഴ ജവഹർ ബാലഭവനിൽ നടക്കുമെന്ന് ഭാരവാഹികൾ. വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.